എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ഒരു ബ്രദറും ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ മാരേജ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ ബ്രദർ എറണാകുളത്താണ്. അപ്പോൾ ഞങ്ങൾ ഈരാറ്റുപേട്ടയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊരു ജോബൊക്കെ ആയപ്പം ഇപ്പോൾ ഇങ്ങോട്ട് ഒരു ജോബിന്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ തലയോലപ്പറമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ അമ്മ വീട് അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ പിന്നെ പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെയാണ്. മേലുകാവ് ഹെൻറി ബക്കർ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ PG എടുക്കാനുള്ള ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ പകുതി ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇയർ ഒന്നും എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും വന്നില്ല. PG എടുക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു പകുതി കഴിഞ്ഞപ്പം ആ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് എനിക്ക് ഓക്കെ ആയിട്ട് തുടങ്ങി കഴിഞ്ഞപ്പം, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി തുടങ്ങി കഴിഞ്ഞപ്പോൾ PG എടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ കുറച്ച് ടീച്ചേഴ്സ് തന്നെ, എൻ്റെ കോളേജിലെ തന്നെ ടീച്ചേഴ്സ് തന്നെ MSW സജസ്റ്റ് ചെയ്തു. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഡൽഹിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ട്രെയിനിങ് ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് പ്രാക്ടിക്കൽ സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പ്രാക്ടിക്കലും പോയിട്ട് ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ലിറ്ററേച്ചർ തന്നെ നോക്കുന്നത്. പിന്നെ എനിക്ക് ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് സെറ്റ് എഴുതണം, സെറ്റും നെറ്റും ഒക്കെ ക്ലിയർ ചെയ്യണമെന്നുണ്ട്. അതാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ ലേൺവേഴ്സിൽ ഞാൻ മെയ് 31 ജോയിൻ ചെയ്തതാണ്. ആ ഒരു കുറച്ച് ടൈമിൽ ഞാൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു. പിന്നെ ഇപ്പം ഇവിടെ വന്ന ട്രെയിനിങ് ഇതൊക്കെ ആയപ്പം കുറച്ച് ടൈറ്റ് ആയി, ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഇപ്പൊ ക്ലാസ്സസ് അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അല്ലാതെ ടെക്സ്റ്റ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. വായിച്ചു നോക്കുകയും എഴുതി വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് നേരത്തെ തൊട്ട് സോഷ്യൽ സർവീസും പ്രൊഫസർ ഫീൽഡും എനിക്ക് താല്പര്യമുണ്ട്. അപ്പം അതാണ് എൻ്റെ പ്ലാൻ. ഇപ്പൊ ഈ ജോബ് ഞാൻ ആ ഒരു ടൈമിലേക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോഴത്തെ ആ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നു.